ഒടുവിൽ സുഗാന്ത് കീഴടങ്ങിയിരിക്കുകയാണ്. എന്താണ് പെട്ടെന്നുള്ള കാരണം ഒരുപാട് നാളുകളായി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടികിട്ടാപ്പുള്ളിയായി ഇയാൾ കാണാമറയത്ത് തന്നെ നിൽക്കുകയായിരുന്നു. ഈ പെട്ടെന്ന് കീഴടങ്ങാനുള്ള കാരണം എന്താണ്? IB ഉദ്യോഗസ്ഥനായ സുഗാന്ത് സഹപ്രവർത്തകയായിട്ടുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കേസിലാണ് പ്രതിയായിട്ടുള്ളത്. ഇയാൾ ഈ കേസിൽ ജാമ്യം അപേക്ഷ നൽകിയിരുന്നു. ഹൈക്കോടതി വരെ ജാമ്യാപേക്ഷ എത്തി. മുൻകൂർ ജാമ്യാപേക്ഷയാണ്. പക്ഷെ ഹൈക്കോടതിയിൽ ഇയാൾക്ക് ഈ ആത്മഹത്യയിൽ പങ്കുണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യമായതുകൊണ്ട് പ്രഥമ കേസ് നിലനിൽക്കും കൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുത്തില്ല. അങ്ങനെ ജാമ്യം കൊടുക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ കീഴടങ്ങിയേ പറ്റുള്ളൂ. പിന്നെ എത്ര കാലം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഒളിവിൽ കഴിയും. അത്രത്തോളം കേസ് ഗുരുതരമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയാണ് ഇയാൾ ഈ പറയുന്ന കൊച്ചിയിലെ DYSP ഓഫീസിൽ വന്ന് DCP ഓഫീസിലെത്തി കീഴടങ്ങിയത്. സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച രാവിലെ, അതായത് ഇന്ന് രാവിലെ ഹൈക്കോടതി തള്ളി. അപ്പൊ ഇയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ പോലീസിന്റെ മൂക്കിന് മുമ്പിലുണ്ടായിരുന്ന പിടിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, അതായത് ഇയാൾ ഒരു IB ഉദ്യോഗസ്ഥനാണ്. ഇയാൾക്ക് നല്ല ട്രെയിനിങ് ആണ് കിട്ടുന്നത്. IB ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യക്ഷമമായിട്ടുള്ള ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പല രീതിയിലുള്ള ഈ പറയുന്ന സംവിധാനങ്ങളെ കബളിപ്പിച്ചും പലപ്പോഴും രഹസ്യാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കാരണം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞത് കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. രാജ്യസുരക്ഷയുടെ കാര്യമാണ്. പക്ഷെ ഇവിടെ ആ ട്രെയിനിങ്ങിനെയൊക്കെ ഇയാൾ ദുരുപയോഗം ചെയ്തു എന്നുള്ള ഗുരുതര കുറ്റകൃത്യവും കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുകൂടി കേസിന്റെ ഭാഗമാകേണ്ടതുണ്ട്. ഇവിടെ IBക്ക് ഇതിലെന്ത് പങ്ക് എന്നുള്ളതും കൂടെ അന്വേഷിക്കണം. കാരണം IB എന്തുകൊണ്ട് IBക്ക് ഇത്തരം IB എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അകത്ത്, ഈ പറയുന്ന ഏജൻസിക്ക് അകത്ത് ഉണ്ടായിരുന്ന ഒരാൾ ഇത്ര വലിയ കുറ്റം ചെയ്ത് ഒളിവിൽ പോകുമ്പോൾ IBക്ക് യാതൊരു സംവിധാനവും ഇല്ലായിരുന്നു ഇയാളെ കണ്ടുപിടിക്കാനായിട്ട്. ഈ പോലീസിന് സംവിധാനം ഇല്ലായിരുന്നു. അപ്പോൾ മനഃപൂർവ്വം കൂടെ ഉള്ളവൻ ഒരു തെറ്റ് ചെയ്താലും കൂടെയുള്ള ആള് സ്വന്തം കൂടെ ഇത്രയും നാൾ പെൺകുട്ടി മരിച്ചാലും കുഴപ്പമില്ല, ഇവനെ പോലുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കണമെന്നുള്ള നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവനൊന്നും ഈ രാജ്യത്തിന്റെ സുരക്ഷയെ കൈകാര്യം ചെയ്യാൻ യോഗ്യന്മാരല്ല എന്നുള്ളതാണ്. അത്ര IB ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവന്മാരെ പുറത്താക്കണം. ഈ പറയുന്ന വലിയ അപകടകാരികളായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്നുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇയാൾ നിരപരാധിയാണെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇയാൾ കാണിച്ച പരിപാടികൾ എന്തൊക്കെയാണെന്ന് അറിയുമോ? ഈ പെൺകുട്ടിയുടെ, IB ഉദ്യോഗസ്ഥയായ പെൺകുട്ടിയുടെ ശമ്പളം ഒന്നില്ലാതെ ഇയാൾ പിടിച്ചു വാങ്ങി അത് ഇയാൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് പ്രഥമ ദൃഷ്ടിയാൽ കുടുംബമടക്കം പറയുന്നത്. ഇവരുടെ ശമ്പളം കാണാനില്ല. ഇത്രയും നാൾ വാങ്ങി നല്ല ഉയർന്ന ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥയാണ്. IB എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ സ്കെയിലല്ലേ, നമുക്കറിയില്ല എത്ര രൂപയായിരിക്കും കിട്ടുന്നതെന്ന്. വീട്ടുകാരൊന്നും അന്വേഷിച്ചില്ല. വീട്ടുകാർ നോക്കുമ്പോൾ കയ്യിൽ പൈസ ഇല്ല. പെൺകുട്ടിയുടെ പൈസ മൊത്തം ഇയാൾ പിടിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അറിയാമായിരുന്നോ ഇയാളുമായിട്ടുള്ള ബന്ധം? ഇല്ല, അവരിപ്പോഴാണ് കണക്കൊക്കെ അറിയുന്നത്. അക്കൗണ്ട് നോക്കുമ്പോൾ അക്കൗണ്ട് കാലി. അതെങ്ങനെ കാലിയായി എന്നുള്ളതാണ്. അപ്പൊ ഇയാൾ ഈ പൈസ പിടിച്ചു വാങ്ങിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇയാൾക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഒന്നിലേറെ കാമുകിമാരുണ്ടായിരുന്നു. ഒരുപാട് കാമുകിമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ കാമുകിമാർക്ക് ഈ പെൺകുട്ടിയുടെ മരണത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇയാൾ ടെലഗ്രാമിൽ ഈ പെൺകുട്ടിക്ക് അയച്ച മെസ്സേജുകളിൽ പറയുന്നത് നീ എന്ന് മരിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയയാക്കി വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയിട്ട് അതിൽ നിന്ന് പിന്മാറി. അങ്ങനെ വലിയ രീതിയിലുള്ള ഉപദ്രവം ചെയ്തു. ഒരുമിച്ച് ട്രെയിനിങ് എടുത്ത് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ്. അവിടെയാണ് ഈ ചതിയാണ് സംഭവിച്ചത്. ഒരു സാധുവായ പെൺകുട്ടിയെ ഈ പ്രലോഭിപ്പിച്ച് കാമുകിയാക്കി ലൈംഗികമായി ഉപയോഗിച്ച് സാമ്പത്തികമായി ചൂഷണം ചെയ്ത് അവളെ മാനസികമായി തകർത്ത് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ട് ഇവരുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥരടക്കം സംരക്ഷിച്ചു എന്നുള്ളതാണ് ഇപ്പൊ വെളിയിൽ വരുന്ന വിവരം. IB ഉദ്യോഗസ്ഥ ഒരു പെൺകൊച്ചല്ലേ, അത്യാവശ്യം നല്ല ട്രെയിനിങ് കിട്ടി, നല്ല വിദ്യാഭ്യാസം ഉണ്ട്, ചിന്തിക്കാനും ഒക്കെ കഴിവുള്ള ഒരു പെൺകുട്ടി. ഒരുത്തൻ ചതിച്ചു എന്ന് കരുതി അവനെതിരെ നിയമ നടപടിക്ക് നീങ്ങാല്ലാതെ സ്വന്തം മാതാപിതാക്കളെ വിഷമിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കൊടും പാതകത്തിന് ആ പെൺകുട്ടി തയ്യാറാകുമോ? IB ഉദ്യോഗസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ വളരെ ശുദ്ധമായിട്ടുള്ള ഹൃദയമുള്ളവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ചതിയൊന്നും താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ അവർ ആത്മാർത്ഥമായിട്ടായിരിക്കും ഇവനെ സ്നേഹിച്ചത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇവനെ ദ്രോഹിക്കണമെന്നുള്ള ഒരു ബുദ്ധി ഒരിക്കലും തോന്നുന്നില്ല. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെയും മനുഷ്യരുണ്ട്. ഈ സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന നാടാണത്. അവിടെയും ചിലപ്പോൾ ആത്മാർത്ഥമായ സ്നേഹമുള്ള മനുഷ്യരുണ്ടാവാം. അതുകൊണ്ടല്ലേ നീ എന്ന് മരിക്കുമെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഞാനത് ചെയ്തു തരാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ പോയത്. അവരെത്ര നല്ല സ്ത്രീ ആയതുകൊണ്ടല്ലേ, ഇവനെ വിശ്വസിച്ചത് കൊണ്ടല്ലേ. അപ്പോൾ ഇതുപോലുള്ള ക്രിമിനലുകളെ പാക് ചാരൻ വല്ലതുമാണോ? ഇവൻ എന്തു ആവാം. കാരണം ഇത്രയും ക്രൂരത ചെയ്യാൻ മടിയില്ലാത്തവൻ എന്തും ചെയ്യില്ലേ. ഇവൻ നാളെ രാജ്യരഹസ്യം ഒറ്റിക്കൊടുക്കില്ല എന്നെന്തോ ഉറപ്പ്? ഇതുവരെ ഒറ്റിയിട്ടില്ല എന്നെന്താണ് ഉറപ്പ്? ഇവനെ സംരക്ഷിക്കുന്നവന്മാര്, അങ്ങനെ ദുഷ്ടമനസ്സുള്ളവന്മാര് എങ്ങനെയാണ് രാജ്യത്തിനെ കൂടെ നിൽക്കുക? അവന്മാരൊറ്റില്ല എന്തുറപ്പ്?
അത് അപ്പം ഇത്തരം കാര്യങ്ങൾ ഐബിയുടെ മൂക്കിന് താഴെ കേരളത്തിനകത്ത് തന്നെ ഒളിച്ചിരുന്നിട്ട് എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? ഇത്രയും നാൾ ഇവനെ പിടിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന പോലീസിന്, കേരള പോലീസിന് എന്നോട് അപ്പോൾ കൂടെയുള്ളവനായതുകൊണ്ട് സംരക്ഷിക്കാവുന്ന എന്നെ കൂടെയുള്ള ഒരു പെങ്കൊച്ച് മരിച്ചപ്പോൾ ഒരു വിഷമമില്ല, മനസ്സിലായില്ല. അതാണ് ഇവിടുത്തെ സംവിധാനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇയാൾ ഈ പറയുന്ന വലിയ ക്രിമിനൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവളുടെ ഫോൺ വരെ നശിച്ചു പോയിട്ട് റെയിൽവേ ട്രാക്ക്. അതെങ്ങനെ നശിച്ചോ? വീണ്ടെടുക്കാൻ പറ്റാ ട്രെയിനിൻ്റെ ഇടിയിൽ അങ്ങനെ തകർന്നതാണോ എന്നറിയില്ല. അങ്ങനെ പല വിധത്തിലുള്ള ദുരൂഹതകളുണ്ട്. ഇനി ഇവർ പല പെൺകുട്ടികളുമായിട്ട് ഇത് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സുഗാന്തന് പല ബന്ധങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ഇയാൾക്ക് ആ പെൺകുട്ടികളുടെ സ്വാധീനം വെച്ചിട്ടാണോ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചത് എന്നുള്ളതും കൂടെ അറിയണം. ഒന്നിലധികം സ്ത്രീകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാള് ഈ പെൺകുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി മറ്റാരുടെയെങ്കിലും പ്രേരണയ്ക്ക് മാത്രമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അത് ആരെന്ന് കണ്ടെത്തണം. ഇവന്റെ കാമുകിമാർ ആരൊക്കെയാണെന്ന് കണ്ടെത്തണം. അതെ, കാമുകിമാർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇയാളുടെ മറ്റു ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന യുവതിയുമായി താൻ പ്രണയത്തിലായിരുന്നു എന്നും വിവാഹം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ ഇതിനെ എതിർത്ത വീട്ടുകാരുടെ സമ്മർദ്ദം മൂലമെന്നാണ് ഇവന്റെ ന്യായീകരണം. എന്നാൽ കേസ് അന്വേഷണത്തിൽ തെളിയുന്നത് മറ്റു കാര്യങ്ങളാണ്. ഒന്നിലേറെ ബന്ധങ്ങളുമായാണ് പ്രതി മുന്നോട്ട് പോയത്. മരിച്ച യുവതി തന്റെ ശമ്പളം പോലും പ്രതിക്ക് അയച്ചു. എല്ലാ വിധത്തിലും യുവതിക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചു. നിസ്സാര കാര്യങ്ങളല്ല. യാതൊരു മനുഷ്യത്വം ഇല്ലാത്തവനാണ്. ഒന്നിലേറെ ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇതുപോലെ ചൂഷണം നടന്നിട്ടുണ്ടായിരിക്കണം, സാമ്പത്തിക ചൂഷണം നടന്നിട്ടുണ്ടായിരിക്കും. അവിടെ ഇതുപോലെ ഉപദ്രവിച്ചിരിക്കണം. മരിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഈ പറയുന്ന അഥവാ ഇല്ലെങ്കിൽ ഇവൻ ചൂഷണം ചെയ്ത ഇയാൾക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഈ പെൺകുട്ടിയെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അവളെ ആത്മഹത്യ ചെയ്യിക്കാനോ ഒഴിവാക്കാനോ പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. മെസ്സേജുകളൊക്കെ തിരിച്ചെടുത്ത് അത് പരിശോധിക്കണം. കൃത്യമായി ഫോൺ റെക്കോർഡുകൾ പരിശോധിക്കണം. ഇവന്റെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കണം. ഇവരെ ഈ ശമ്പളം കിട്ടിയ തുകയൊക്കെ ഇവ എന്തൊക്കെ ചെയ്തു എന്ന് പരിശോധിക്കണം. പണമിടപാടുകളെല്ലാം പരിശോധിക്കണം. ഇവന്റെ വീട്ടുകാരുടെ പണമിടപാടുകളും വീട്ടുകാരുടെ ഫോൺ കോളുകളും അടക്കം പരിശോധിക്കണം. വീട്ടുകാരെ കൂട്ടിയാണ് ഇവൻ മുങ്ങിയത്. അപ്പൊ ഇവൻ ഒറ്റയ്ക്കാണ് ക്രൈം ചെയ്തതെങ്കിൽ വീട്ടുകാരെ കൂട്ടി മുങ്ങണ്ടല്ലോ. ഇവൻ ഒറ്റയ്ക്ക് അങ്ങ് മുങ്ങിയാ പോരെ. അച്ഛനെ അമ്മയൊക്കെ കൂട്ടി എന്തിനാ മുങ്ങിയത്? വീടടച്ചിട്ട് വീട്ടിലെ വളർത്തു മൃഗങ്ങളെ അവരെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അപ്പൊ അങ്ങനെ അച്ഛനെ അമ്മയൊക്കെ കൊണ്ട് ഒളിച്ചോടണമെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള ദുരൂഹതയുണ്ട്. അപ്പൊ വീട്ടുകാർക്കും പങ്കുണ്ടായിരിക്കണം. വീട്ടുകാർ ഈ പെൺകുട്ടി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നറിയണം. ഈ വീട്ടിലേക്ക് ഇവൻ കൊണ്ടുപോയിട്ടുണ്ടോ എന്നറിയണം. അങ്ങനെ പലവിധമായ ചോദ്യങ്ങളാണല്ലോ. നിസ്സാര കേസല്ല ഇത്. ഇതിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിരിക്കാം. ഇതിന് പിന്നിൽ ഒരുപാട് ശക്തികൾ ഉണ്ടായിരിക്കാം. ഇവന്റെ പല ബന്ധങ്ങളുണ്ടായിരിക്കാം. ഇവന്റെ സഹപ്രവർത്തകരുണ്ടായിരിക്കാം. ഇവന്റെ കൂടെ ജോലി ചെയ്തവരെ കൂടി ഈ കാര്യത്തിൽ കേസിനകത്തേക്ക് കൊണ്ടുവന്ന് കൃത്യമായി ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇതിന്റെ സത്യം തെളിയില്ല. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കൃത്യമായി കോടതിയിൽ ഹർജി നൽകുകയും ഉന്നതമായ മറ്റ് അന്വേഷണങ്ങൾ, അതായത് മറ്റ് ഏജൻസികൾ അന്വേഷിക്കണം. കേരള പോലീസ് അന്വേഷിച്ചാൽ ശരിയാവും തോന്നില്ല. കാരണം കേരള പോലീസിനെക്കാളും പവറുള്ളവന്മാരാണ് ഈ ഏജൻസികളിലൊക്കെ ഇരിക്കുന്നത്. പലപ്പോഴും ഇവരെ വെട്ടാൻ കേരള പോലീസിലുള്ള പലരും സല്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. അതെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉയർന്ന റാങ്കിൽ മിനിമം ഒരു ADGP റാങ്കിലോ IG റാങ്കിലോ ADGP റാങ്കിലുള്ള ആൾക്കാർ തന്നെ അന്വേഷിക്കണം. ഇല്ലെങ്കിൽ പാരലായിട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടുവരണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇതിനകത്ത്, കാരണം രാജ്യസുരക്ഷയെ കൂടി ബാധിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിൽ ഗൗരവം പുലർത്തിയില്ലെങ്കിൽ നാളെ എന്തും സംഭവിക്കാം. ഇയാളെ പോലുള്ള ആൾ എന്തൊക്കെ ചോദ്യങ്ങൾ, എന്തൊക്കെ രഹസ്യങ്ങൾ ചോർത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. സുഗാന്ത് ചെറിയ പുള്ളി അല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.